വചനം 75 വാക്കർത്ഥം. വലൗ റഹിംനാഹും, നാം അവർക്ക് കരുണ ചെയ്തിരുന്നുവെങ്കിൽ, വകശഫ്ന, നാം നീക്കം ചെയ്യുകയും തുറവിയാക്കുകയും, മാബിഹിം, അവരിലുള്ളതിന്, മിൻ ദുർരിൻ, വിഷമമായിട്ട്, ലലജ്ജു, അവർ ശടിച്ചു നിൽക്കുക തന്നെ ചെയ്യും, ഫീ തുഗ്യാനിഹിം, അവരുടെ അതിക്രമത്തിൽ, യഅമഹൂൻ, അന്താളിച്ചുകൊണ്ട്, പരിഭ്രമിച്ചുകൊണ്ട്. വലൗ റഹിംനാഹും വകശഫ്നാ മാ ബിഹിം മിൻ ദുർരിൻ ലലജ്ജു ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. നാം അവരോട് കരുണ കാണിക്കുകയും അവരിലുള്ള വിഷമം നീക്കുകയും ചെയ്താലും അവർ തങ്ങളുടെ അതിക്രമത്തിൽ അന്താളിച്ചുകൊണ്ട് ശഠിച്ചു നിൽക്കുക തന്നെ ചെയ്യുന്നതാണ്. വചനം 76 വാക്കർത്ഥം. വലഖദ് അഖദ്നാഹും, തീർച്ചയായും അവരെ നാം പിടിക്കുകയുണ്ടായി, ബിൽ അദാബി, ശിക്ഷ കൊണ്ട്, ഫമസ്തകാനു, എന്നിട്ട് അവർ കീഴൊതുങ്ങിയില്ല, ലിറബ്ബിഹിം, അവരുടെ റബ്ബിന്, വമാ യതളറഊൻ, അവർ താഴ്മ കാണിക്കുന്നുമില്ല. വലഖദ് അഖദ്നാഹും ബിൽ അദാബി ഫമസ്തകാനു ലിറബ്ബിഹിം വമാ യതളറഊൻ. നാം അവരെ ശിക്ഷ കൊണ്ട് പിടിക്കുകയുണ്ടായി, എന്നിട്ട് അവർ തങ്ങളുടെ റബ്ബിന് കീഴൊതുങ്ങിയില്ല, അവർ അവനോട് താഴ്മ കാണിക്കുന്നുമില്ല. വചനം 77 വാക്കർത്ഥം. ഹത്ത ഇദാ ഫതഹ്ന, അങ്ങനെ നാം തുറക്കുമ്പോൾ, അലൈഹിം, അവരിൽ, ബാബൻ, ഒരു കവാടം അഥവാ വാതിൽ, ഒരു വകുപ്പ്, ദാ അദാബിൻ, ശിക്ഷയുടേതായ, ശദീദിൻ, കഠിനമായ, ഇദാഹും, അപ്പോഴതാ അവർ, ഫീഹി, അതിൽ, മുബ്ലിസൂൻ, ആശയറ്റവരാകുന്നു, നിരാശപ്പെട്ടവരാകുന്നു അതുവരേക്കും. ഹത്താ ഇദാ ഫതഹ്നാ അലൈഹിം ബാബൻ ദാ അദാബിൻ ശദീദിൻ ഇദാ ഹും ഫീഹി മുബ്ലിസൂൻ. കഠിന ശിക്ഷയുടേതായ ഒരു കവാടം അവരിൽ നാം തുറക്കുന്നതായാൽ അപ്പോഴതാ അവർ അതിൽ ആശയറ്റു പോകുന്നവരായിരിക്കും, അതുവരേക്കും അവർ ഈ നില തുടരും. 75 മുതൽ 77 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. ആദ്യത്തെ ആയത്തിൽ മാ ബിഹിം മിൻ ളുർ, അവരിലുള്ള വിഷമം എന്നു പറഞ്ഞത് പരലോക ശിക്ഷയാണെന്നാണ് ചിലർ പറയുന്നത്. അതായത് പരലോക ശിക്ഷ കാണുമ്പോൾ അവർ നിലവിളി കൂട്ടുന്നതിനനുസരിച്ച് അവരെ ഭൂമിയിലേക്ക് വീണ്ടും മടക്കി ശിക്ഷ ഒഴിവാക്കിക്കൊടുത്താൽ പോലും അവർ പഴയപടി ദുർനടപ്പിൽ ശഠിച്ചു നിൽക്കുകയാണുണ്ടാവുക എന്ന് സാരം. വലൗ റുദ്ദു ലആദു ലിമാ നുഹു അൻഹു, സൂറത്തുൽ അൻആം വചനം 28. അവർ ഭൂമിയിലേക്ക് മടക്കപ്പെട്ടാലും അവരോട് വിരോധിക്കപ്പെട്ടതിലേക്ക് അവർ വീണ്ടും പോകുക തന്നെ ചെയ്യുന്നതാണ് എന്ന് അല്ലാഹു പ്രസ്താവിച്ചിട്ടുണ്ട്. വിഷമം അഥവാ ളുർ കൊണ്ട് ഇവിടെ ഉദ്ദേശ്യം ഖുറൈശികളിൽ ബാധിക്കുകയുണ്ടായ ക്ഷാമവും പട്ടിണിയുമാണെന്നും അഭിപ്രായമുണ്ട്. അധിക മുഫസ്സിറുകളുടെയും അഭിപ്രായം ഇതാണ്. ഖുറൈശികളിൽ 2 പ്രാവശ്യം ക്ഷാമമുണ്ടായിട്ടുണ്ടെങ്കിലും സുമാമ റളിയല്ലാഹു അൻഹു നിമിത്തമുണ്ടായ ക്ഷാമമാണ് ഇവിടെ ഉദ്ദേശമെന്നത്രേ അധിക പക്ഷവും പറയുന്നത്. പ്രസ്തുത സംഭവത്തിന്റെ ചുരുക്കം ഇപ്രകാരമാണ്. മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അയക്കപ്പെട്ട ഒരു സൈന്യസംഘം സുമാമത്ത് ബിൻ അസാൽ റളിയല്ലാഹു അൻഹുവിനെ ബന്ധനസ്ഥനാക്കി മദീനായിൽ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പള്ളിയിൽ തടങ്കലിൽ വെച്ചു. 3 ദിവസം ഇസ്ലാമുമായുള്ള പരിചയം അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചു. അദ്ദേഹം മുസ്ലിമായിക്കൊണ്ട് മക്കായിൽ ഉംറ കർമ്മം ചെയ്യുവാൻ ചെന്നു. യമാമയിലെ നേതാവായ അദ്ദേഹം മുസ്ലിമായതിൽ ഖുറൈശികൾ അതിയായ വെറുപ്പ് പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തെ കഠിനമായി ആക്ഷേപിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: അല്ലാഹുവാണ് സത്യം, യമാമയിൽ നിന്ന് റസൂൽ തിരുമേനിയുടെ ഉത്തരവ് കൂടാതെ ഒറ്റമണി ധാന്യം ഇനി നിങ്ങൾക്ക് വരികയില്ല. മക്കായിലേക്ക് ധാന്യം ഇറക്കുമതി ചെയ്തിരുന്ന പ്രധാന കേന്ദ്രമായിരുന്നു അന്ന് യമാമ പ്രദേശങ്ങൾ. അങ്ങനെ അദ്ദേഹം അത് നിർത്തൽ ചെയ്തു. ഇത് നിമിത്തം മക്കക്കാർക്ക് വമ്പിച്ച പട്ടിണിയായി. ഇൽഹിസ് പോലും അവർ ഭക്ഷിക്കേണ്ടി വന്നു. പട്ടിണിക്കാലത്ത്
രോമവും രക്തവും ചേർത്തുണ്ടാക്കപ്പെടുന്ന ഒരു സാധനമാണത്. ഖുറൈശികൾ ഒടുക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. മുഹമ്മദേ, നീ ലോകർക്ക് കരുണയായി അയക്കപ്പെട്ടവനാണെന്നല്ലേ പറയുന്നത്? ഞങ്ങളുടെ പിതാക്കളെ നീ ബദറിൽ വച്ച് വാളിനിരയാക്കി. ഞങ്ങളുടെ സന്താനങ്ങളെ പട്ടിണിയിട്ടും കൊല്ലുവാനാണോ വിചാരിക്കുന്നത്? കുടുംബബന്ധം പാലിക്കണമെന്ന് നീ പറയാറുണ്ടല്ലോ, ഇത് കുടുംബം മുറിക്കലല്ലേ എന്നിങ്ങനെ ആവലാതിപ്പെട്ടു. തിരുമേനി ഉടനെ തന്നെ എന്റെ നാട്ടുകാർക്ക് ഭക്ഷണം വിട്ടുകൊടുക്കണം എന്ന് സുമാമ റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതി. പിന്നീട് പഴയപടി തുടരുകയും ചെയ്തു. 2-ാമത്തെ ആയത്തിൽ വലഖദ് അഖദ്നാഹും ബിൽ അദാബ്, നാം അവരെ ശിക്ഷ കൊണ്ട് പിടിക്കുകയുണ്ടായി എന്ന് പറഞ്ഞത് ഈ സംഭവത്തെ ഉദ്ദേശിച്ചാണെന്നും ചില മഹാന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ബദർ യുദ്ധത്തിൽ 70 ഖുറൈശി നേതാക്കൾ കൊല്ലപ്പെട്ടതിനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്നാണ് അധികമാളുകളുടെയും അഭിപ്രായം. 3-ാമത്തെ ആയത്തിൽ കഠിന ശിക്ഷയുടേതായ കവാടം ബാബൻ ദ അദാബിൻ ഷദീദ് എന്നു പറഞ്ഞത് പരലോക ശിക്ഷയെക്കുറിച്ചു തന്നെ. മേൽക്കാണിച്ച ഏത് അഭിപ്രായം നാം സ്വീകരിച്ചാലും ആയത്തുകളുടെ സാരം വ്യക്തമാണ്. ആ അവിശ്വാസികളിലുള്ള വിഷമങ്ങൾ നീക്കി കരുണ ചെയ്താലും അതിന് നന്ദി കാണിക്കുകയോ തങ്ങളുടെ ധിക്കാരത്തിൽ നിന്ന് പിൻവാങ്ങുകയോ അവർ ചെയ്യുകയില്ല. അവർ പാഠം പഠിക്കുകയുമില്ല. ഖിയാമത്ത് നാളിലെ ശിക്ഷ അനുഭവപ്പെടുമ്പോഴാണ് അവർ കണ്ണു തുറക്കുക. പക്ഷേ അതുകൊണ്ട് ഫലമുണ്ടാകുന്നതുമല്ല. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഈ 3 ആയത്തുകളും മദീനയിൽ അവതരിച്ചതായിരിക്കണമെന്ന് വ്യക്തമാണല്ലോ. ഈ സൂറത്ത് മക്കീ സൂറത്തുകളിൽപ്പെട്ടതാണെന്ന് മിക്കവാറും മുഫസ്സിറുകൾ സൂറത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞു കാണാമെങ്കിലും ഈ 3 വചനങ്ങൾ മദീനയിൽ അവതരിച്ചതാണെന്ന് ചില മഹാന്മാർ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ രേഖപ്പെടുത്താത്തവരും വിവരണത്തിൽ മേൽക്കണ്ട നില കൈക്കൊള്ളുകയും ചെയ്തു കാണാം.